ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഡാർഡിലൂറിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. ഞാനും ഫാമിലിയും കൂടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര രാവിലെ പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചെങ്കിലും ഭയങ്കര ചൂടായത് കാരണം ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഡാർഡിലൂറിലെ കാർ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് പോവാം. ഇനി ഇവിടെ അവരൊക്കെ കേറി പോയിന്ന് അതാ പറഞ്ഞേ. ഈ പെണ്ണുങ്ങളൊക്കെ ഫ്രണ്ട് വിട്ടാലോ? ഹലോ അല്ല അപ്പൊ ഫ്രണ്ടിലിടാം. കൂന കണ്ടോ? ആ കൂനയും കഴിഞ്ഞ് പിന്നെയും പോണം. ആ കൂന കണ്ടോ? ഇത് കഴിഞ്ഞ് പിന്നെയും പോണം. നിന്റെ കണ്ണ് എങ്ങോട്ട് പോകണം? സംസാരിക്കും. എല്ലാ റെക്കോർഡറാണ് നമ്മൾ അമ്പല്ല. അതൊക്കെ എല്ലാ റെക്കോർഡ് ഞാൻ എങ്ങോട്ടാ നോക്കണെന്ന് കാണുമോ? കേട്ടോ പിള്ളേർ സെറ്റ് ഒന്നും പിടികിട്ടില്ലല്ലോ. എന്റെ നോക്കും വേണ്ടത് പിള്ളേർ സെറ്റ്. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. ചെന്ന് ഇറങ്ങിയപ്പോൾ മുതൽ മൊത്തം കോമഡി. എവിടെ നോക്കിയാലും ആരും എല്ലാം തകടി മാത്രം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതിയെ താഴോട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു തുടങ്ങി. ഇവിടുന്ന് ഏതാണ്ടൊരു 10-20 മിനിറ്റ് നടന്നാലേ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ. അത്രയും ദൂരം നടക്കാനുണ്ട്. പിള്ളേരെയൊക്കെ ആയിട്ട് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് നല്ല വഴിയൊന്നുമല്ല. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ കല്ലും ഇതൊക്കെ നിറഞ്ഞ് ഇങ്ങനെയുള്ള വഴി തന്നെ അങ്ങ് താഴെ വരെ. ഞാൻ 2 വട്ടം പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇത് 3ാമത്തെ വട്ടമാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴികൾ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട് സൈഡിൽ. നോ ബാർബിക്യൂസ്, നോ ഫ്രൈസ്, അങ്ങനെ അതൊന്നും ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ സാധാരണ എല്ലാ ബീച്ചിലും നമുക്ക് ചെയ്യാം, പക്ഷേ ഇവിടെ ചെയ്യാൻ പാടില്ല. ഹായ്, തംസ് അപ്പ്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ അതിൻ്റെ താഴെ വന്നു കഴിയുമ്പോൾ കുറേ ദൂരം നടന്നിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ആദ്യത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അതിമനോഹരമായ വ്യൂ ആണ്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഞാനവിടെ കുറേ നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കുറേ പേര് ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ കാണുന്നത്. ഡാർഡിലൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഡോർസെറ്റിൻ്റെ ഭാഗമായ ജുറാസിക് കോസ്റ്റിലാണ് ഈ ഡാർഡിലൂർ സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു വില്ലേജ് എന്ന് പറയുന്നത് ലുൽവർത്ത് എന്ന് പറയുന്ന ആ വില്ലേജാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും ദൂരം നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ ലുൽവർത്തിൽ പോയിട്ട് അവിടുന്ന് ബോട്ടിൽ നമുക്ക് ഡാർഡിലൂറിൽ വരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നടക്കാൻ, ഇത് കുറേ ദൂരമുണ്ട് നടക്കാൻ, നല്ല ബുദ്ധിമുട്ടുള്ളൊരു വഴിയും കൂടിയാണ് നടക്കാൻ. പിള്ളേരെയൊക്കെ ആയിട്ട് വരാൻ കുറേ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലുൽവർത്തിൽ പോവുക, നേരെ ബോട്ട് എടുക്കുക, അവിടുന്ന് നേരെ ഡാർഡിലൂറിലോട്ട് വരാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഡാർഡിലൂർ കാണാത്തവർ കാണുക. അത് അടിപൊളിയാണ് ഡാർഡിലൂർ. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഡാർഡിലൂർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് സമ്മർ തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് നല്ല ക്ലിയർ വാട്ടറാണ്, നല്ലൊരു വെതറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാകും വെള്ളത്തിന്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ലൊരു ചൂടുള്ളൊരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ലൈക്ക് സർഫിങ്ങോ സ്വിമ്മിങ്ങോ പിന്നെന്താ പറയുക, കയാക്കിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കവിടെ ചെയ്യാം. ബോട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നൊരു സമയമാണ് ഇത്. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ, ഒന്നെങ്കിൽ അതിരാവിലെ വരുവാണ്, നല്ല സൂര്യൻ്റെ ആ ഒരു വെയിൽ കാഠിന്യം കുറവുള്ളപ്പോൾ വരുവാണെങ്കിൽ നമുക്കൊക്കെ കുറച്ച് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 4 മണി. ഇപ്പോൾ ഞങ്ങൾ വരുന്ന ഈ ഒരു സമയം അടിപൊളിയാണ്. വലിയ വെയിലില്ല, എന്നാൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം കുറയും. എങ്കിലും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിരിക്കണം. കിഡ്സിനെയും കൊണ്ട് വരുമ്പം വളരെ ഷാർപ്പായ എഡ്ജാണ്. അവിടെ ഫെൻസിങ് ഒന്നുമില്ല. എന്തേരം ജനങ്ങളത് കാണാൻ വന്നിരിക്കുന്നത്. എന്ത് രസം അത് കാണുമ്പോൾ മേളിൽ നിന്ന്. എൻ്റെ പൊന്നോ, പിന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ളതുണ്ടല്ലോ, ഈ എഡ്ജ് കണ്ടില്ലേ, ഭയങ്കര കെയർഫുള്ളായിരിക്കണം പിള്ളേരെ കൊണ്ട് വരുമ്പം.
ഭയങ്കര കെയർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാല് തെന്നിയ താഴെയായിരിക്കും. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിരിക്കണം. എന്ത് രസമാണെന്നറിയാം ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഒരുപാട് ജനങ്ങൾ കാണാൻ കൊതിക്കുന്നൊരു സ്ഥലം കൂടിയാണിത്. പൊന്നു വച്ചന്മാരെ, സംഭവം പൊളി. ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ, കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് ചെറിയൊരു ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് പോകുമ്പം ഫെൻസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഈ സ്റ്റെപ്പൊക്കെ മൊത്തം എന്താ പറഞ്ഞാൽ ഒളിഞ്ഞ് കിടക്കുകയാണെന്ന് പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും കുത്തിച്ചാടി താഴെ എത്തും. പക്ഷേ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴയൊക്കെ ചെറുതായി തൂളി കിടക്കുന്ന സമയത്ത് കുറച്ച് തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുറച്ച് സ്റ്റെപ്പ് ഈ ഒരു ഭാഗത്ത് മാത്രമുണ്ട്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് താഴെ വരെ ഇറങ്ങിപ്പോവുക. പിന്നെ ഒരുപാട് ആൾക്കാർ സൺ ബാത്തിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക. അടിപൊളി സ്ഥലങ്ങളാണ്. അങ്ങനെ ഫൈനലി നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ടർട്ടിൽ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ സ്ഥലത്ത് നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അടിപൊളിയാട്ടോ. ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ. എന്താ പറയുക, നല്ല രസമാണ് അവിടുത്തെ ഒരു ആംബിയൻസ്. ഭയങ്കര റഷാണ്, ഭയങ്കര എന്താ പറയുക സൗണ്ട്. എല്ലാവരും കളിക്കുന്നു. നമ്മുടെ വന്നിറങ്ങിയത് ജൊഹാനും ഡേവിഡും മാത്തൂസും എല്ലാം വെള്ളത്തിൽ ചാടി കളി തുടങ്ങി. ഒന്നും പറയണ്ട. എൻ്റെ പൊന്ന്, ഇവിടെ രക്ഷയില്ല. എല്ലാവരും നോക്കി വെള്ളത്തിൽ കളിയാണ്. പൊന്നാച്ച, എന്നാടാ പരിപാടി? പൊന്നാച്ചോ ചെറമേ, എന്തോടി പരിപാടി? ചെറമയോട് നോക്കി. ഓ ചുണ്ടോട് നോക്കി വണ്ടി കളിക്കാണോ? ഈനെ മദാലസനായിട്ട് വരുവാണല്ലോ നീ. നല്ല ക്ലിയർ വാട്ടർ. തണുക്കുന്നു വെച്ചാണ്, തണുക്കുന്നു. കുറച്ച് നേരത്തേക്കുള്ളൂ. അത് വണ്ടി അത് തണുത്ത് കഴിഞ്ഞാൽ പോട്ടെ പോട്ടെ പോട്ടെ. എന്താ ഭംഗി നോക്കി അല്ലേ? ആ ഒരു കളറും ആ ഒരു ക്ലിയർ ആയിട്ടുള്ള വാട്ടറും ഒക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, UK നിങ്ങൾ ഈ സമ്മർ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടർട്ടിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ബോട്ടിന് വന്ന് കാണാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും കാണണം. കാരണം അതിൻ്റെ ഈ ടർട്ടിലോണിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ നമ്മൾ ആരും ഇതിലേ വരുമ്പോൾ കാണാൻ പറ്റില്ല. അത് ബോട്ടിൽ വന്നാൽ മാത്രമേ കാണുള്ളൂ. നമ്മളിപ്പം ഡ്രോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോഴാണ് അതിൻ്റെ ആ ഭംഗി മനസ്സിലായത്. എന്തോ ഒരു പക്ഷി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു താറാവ് വെള്ളം കുടിക്കാനിരിക്കുന്ന പോലെയാട്ടെ എനിക്കങ്ങനെ തോന്നുന്നു കണ്ടിട്ട്. അല്ലെങ്കിൽ വേണേൽ ഒരു ഡൈനോസറിൻ്റെ ലുക്ക് എന്നൊക്കെ വേണേൽ പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് കമൻറ്റിലൂടെ പറയുക. പക്ഷേ അപാര വ്യൂ ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടർട്ടിലോട്ട് വിട്ടു. ഒന്ന് ഇറങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോണ്ടല്ലോ സംഭവം സെറ്റാണ്. അടിപൊളി. അപ്പൊ UK എല്ലാവരും ഓടി വരിക. ജോസിനെ അത്രയും അറിയാലേ? അത്രയൊക്കെ അറിയാലേ ജോസിന്? എനിക്കോ ആരും കാണുന്നില്ല. എവിടെ പോണ് മുത്തിലിറങ്ങി? ആരാണെന്ന ഒന്ന് കൊടുത്ത ഇല്ല. പൊന്നാച്ച വാടാ, ഇനിയും കാര്യം ചിരിക്കണേ. അങ്കിളെ ഓണാക്കിയില്ലായിരുന്നു. വാ നമ്മള് വേണം. പക്ഷെ അത് നല്ല ഇതായിരുന്നു. അവിടെ നല്ല
ഇനിയും ചിരിച്ചും പൊന്നാച്ചൻ. വെള്ളം കുടിച്ചോ? പൊന്നാച്ച വെള്ളം കുടിക്കാതെ. പൊന്നാച്ച നോക്ക്, പൊന്നാച്ച അവിടെ നോക്ക്, പൊന്നാച്ച പുറകെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, പൊന്നാച്ച ഇവിടെ നോക്ക്. അയ്യോ 30 പൊന്നാച്ചൻ, നീ വേണ്ട, നീ 30 അപ്പൊ ഞാനും പൊന്നാച്ചനെ എവിടെയാണെന്ന് അറിയോ? ഡഡിൽഡോറില്. ഹായ് ഗൈസ്, നല്ല സുഖം, നല്ല തണുപ്പ്, നല്ല ചൂട്, അടിപൊളിയാണ് സംഭവം, കളർഫുള്ളാണ്. ടോംസേ കഴുത്തറ്റം വെള്ളത്തിൽ എൻ്റെ മൈക്ക് നനഞ്ഞിട്ടുണ്ട്. നമുക്കറിയത്തില്ല റെക്കോർഡ് ആവുന്നുണ്ടോന്ന്. ഒരു പക്ഷേ റെക്കോർഡ് ആവുന്നുണ്ടാവും, ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ പൊന്നു വൃത്തി, അവളെന്റെ കാലം കയറി. അപ്പൊ ഗായ്സ്, അതെ വെള്ളത്തിൽ പേടി എന്റെ പൊന്നെ. തണുപ്പില്ല, ഇറങ്ങിയിട്ട് തണുപ്പില്ല. അമ്മാനെ കടലാണ്, കടല് നടന്ന വീട്. ഞങ്ങള് പാടാ പൊന്നിന് പോണവരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. ഇത് ഞങ്ങളുടെ കാനഡയിൽ നിന്ന് വന്ന ടീമാട്ടോ. കാനഡയിൽ നിന്ന് ഡഡിൽഡോർ കാണാൻ വന്ന ആൾക്കാരാണ്. അതെ, ആൻസിയുടെ അനിയനും വൈഫുമാണ്. ആൻസിനെ എല്ലാവർക്കും അറിയാലോ. പിന്നെ അതെ, കൊച്ചുണ്ട് ഞങ്ങളുടെ കൊച്ചു. അല്ല എലിനെ എന്നാ ഉണ്ട്? ഡഡിൽഡോർ കണ്ട? നീ ഇങ്ങനെ എല്ലാ കാഴ്ചയൊന്നും കണ്ട കേട്ടോ ഇവിടെ. അപ്പം എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക. എസ്പെഷ്യലി ഫാമിലി ആയിട്ടുള്ളവർ പിള്ളേരെ കൊണ്ടൊക്കെ വരിക. വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ആ കടി കടിച്ചോ കൃഷി, ഒരു കടി കടിച്ചോ. അപ്പൊ ഫോട്ടോ എടുത്തോ. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പോക്കറ്റിന്റെ അകത്ത് മണല്, പോക്കറ്റിന്റെ അകത്ത് മണല്. എല്ലാരും വീണ് ഗൈസ്, ഒന്നും പറയണ്ട. പൊളി. ഇതിങ്ങനൊന്നും അല്ല, അയ്യേ ഇതിങ്ങനൊന്നും അല്ല. കരയിൽ കിടന്ന് നീന്തുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എല്ലാവരുടെയും ഇന്നത്തെ പരിപാടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് കയറാൻ പോവുകയാണ്. ഇനി കയറേണ്ടത് സത്യത്തിലൊരു കുരിശുമല പോലുള്ള മലയാണ്. എൻ്റെ പൊന്നോ. അപ്പോൾ ഡഡിൽഡോർ ഞങ്ങളുടെ പിന്നിലുണ്ട്. പക്ഷേ ഞങ്ങളിവിടുന്ന് യാത്ര പറഞ്ഞ് ഞങ്ങളിവിടുന്ന് ഇറങ്ങി. ഇന്നത്തെ ഫുൾ ഡേ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇത്രയും 4 മണിയായി. എങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും ക്ഷീണിതരാണ്. ഓരോന്നൊക്കെ വരുന്ന വരവ് വേണ്ട. അങ്ങനെ ഇന്നത്തെ പരിപാടി ചേർത്ത് ഞങ്ങൾ തിരിച്ചു കയറുന്ന വഴിയാണ്. അപ്പോൾ ബാക്കി ഒരു കാര്യം പറയാനുള്ളൂ, എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ശരിക്കും ഒരു കുന്നും മലം കയറാൻ തന്നെ ഉണ്ട്. എൻ്റെ പൊന്നോ, അങ്ങോട്ട് പോകാൻ ഭയങ്കര ആവേശമായിരുന്നു. പക്ഷേ തിരിച്ചു കയറാൻ എത്ര ആവേശമില്ല കേട്ടോ. അടി കുറയ്ക്കണമല്ലോ ചെറമേ അപ്പയുടെ. അതെ, അടി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ലുൽവർത്ത് കോവ് എന്നൊക്കെ. ആ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഡ്രോണിൽ എടുത്തതാണ്.
നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് ഡ്രോണിൽ നിന്ന് എടുത്തതാണിത്. വളരെ ദൂരത്തിലാണിത്. പക്ഷേ നല്ല ഇരുട്ടായി തുടങ്ങിയത് കൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ടിൽ പോകുന്നത്. വെൽവർത്ത് കേവ് എന്നറിയപ്പെടുന്ന അതാണ് ഈ സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ ടർട്ടിലോട്ടിലോട്ടൊക്കെ പോകുന്നത്. പോകേണ്ടവർക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ പോയി വിസിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ ഏതാണ്ട് സമയം 9 മണിയോളമായി. അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇന്നത്തെ പരിപാടിയൊക്കെ കൂട്ടി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ ഗേറ്റൊക്കെ അടച്ചു ഓൾറെഡി. ഇങ്ങോട്ട് ഇനി ആർക്കും എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഗേറ്റ് അടച്ചേക്കുക ഉണ്ടോ? ഈ ഗേറ്റ് അടച്ചേക്കുക. അങ്ങനെ നമ്മുടെ നമ്മൾ കാത്തു നിന്ന് നമ്മുടെ ടോംസ് എത്തി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും പതിയെ ഇനി വീട്ടിലോട്ട് തിരിക്കുവാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ അടിപൊളിയായിട്ടുള്ളൊരു യാത്ര, ഒരു അടിപൊളി ദിവസം. അപ്പം ഇനി സമയം ഓൾറെഡി 9 മണിയാകാറായി. അപ്പം ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.